വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്നതും കൈയടിക്കുന്നതും ആർപ്പ് വിളിക്കുന്നതും ഒക്കെ എനിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാനൊരു ഇത്രയും വലിയൊരു സെലിബ്രേഷൻ ആയിട്ട് ഒരു സിനിമയുടെ ഭാഗമായിട്ട് വരുന്നത് കറുപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എനിക്കും അഭിമാന നിമിഷമാണ്. കാരണം നമ്മുടെ നടുപ്പിൻ നായകൻ സൂര്യ സാറിന്റെ സിനിമ ആയതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ബാക്കി ആരും നിങ്ങൾക്കൊരു പ്രധാനമല്ലെങ്കിൽ പോലും ഞാനും ഈ സിനിമയിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി ഒരൊറ്റ ദിവസമുള്ളൂ. മെയ് 14-ാം തീയതി കറുപ്പ് റിലീസ് ആവാൻ പോവുകയാണ്. സൂര്യ സാറിന്റെ വേറെ ഒരു ഭാവം, ഒരു എനർജി എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് RJ ബാലാജി സർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ ഒരു എനർജിയും തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഉണ്ടാവും. അപ്പോൾ കണ്ണിന് കുളിർമയേകുന്ന കുറെ നല്ല കാഴ്ചകൾ കോർത്തിണക്കിയ ഒരു സിനിമയായിരിക്കും കറുപ്പ്. എന്തായാലും എന്റെ ഭാഗത്തുനിന്നും എന്റെ നാട്ടിലേക്ക് സൂര്യ സാറിനും ബാലാജി സാറിനും സ്വാഗതം. വണക്കം. ഇത് എന്നോട് ഊര് വണക്കം. ആൻഡ് ഇന്ന് സൂര്യ സാറിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി. നമ്മുടെ വന്നപ്പോ നിങ്ങൾ ரொம்ப അഴകാ இருக்கீங்க സാർ. അപ്പൊ എന്റെ ഭാഗത്ത് എനിക്കൊരു ആഗ്രഹമുണ്ട്, സൂര്യ സാറിന് ഒരു ജയ് വിളിക്കണം എന്ന്. നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ? Super happy, super grateful to him. Pinne, Surya sir. Surya sir is like, how do I say? കുഞ്ഞിലെ തൊട്ട് ഫേവറേറ്റ് ആക്ടറാണ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ സൂര്യ സാറും നമ്മുടെ മലയാളത്തിലെ കലാഭവൻ മണി സാറെയാണ് ഞാൻ പറയാറുണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ എനിക്ക് അത്രയും പെർഫോമൻസ് വൈസ് ഞാൻ കുഞ്ഞിലെ അതിനൊരു കണ്ണുണ്ടായിരുന്നു എന്നുള്ളതിൽ സന്തോഷം. കാതില് ചെയ്തിട്ട്, അതായത് RJ ബാലാജി സാർ ആയാലും എന്നെ കാതില് കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. ആ സെറ്റില് സൂര്യ സാർ ഹാഡ് കം വൺ ഡേ. എന്നാൽ എനിക്ക് അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നില്ല. ഷൂട്ടില്ലാത്ത ദിവസമായിരുന്നു. അന്ന് രാവിലെ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചേക്കാണ് അസിസ്റ്റന്റ്. ഒരു വീഡിയോ കോൾ ഷോട്ട് ഉണ്ട്, കോളിൽ വരുമെന്ന്. ഞാൻ എഴുന്നേറ്റിട്ടുള്ളൂ രാവിലെ. നേരെ ഫോൺ എടുത്തു, വീഡിയോ കോൾ ഷോട്ടൊക്കെ കഴിഞ്ഞു. ഞാൻ അവിടെ വെച്ചു. അപ്പം മമ്മൂട്ടി സാർ ഇങ്ങനെ, നീ പോയില്ലേ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. കോളിൽ ഇരിക്കുകയാണ് ഞാനിപ്പോഴും. നീ പോയില്ലേ എന്ന് ചോദിച്ചാൽ ഞാനില്ല. അങ്ങനെയാണ് എനിക്ക് ഒരാളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആളിങ്ങനെ പതിയെ പുറത്തേക്ക് പോകുന്നു. ജ്യോതിക മാമിൻ്റെ അടുത്ത് ഫോൺ കൊടുക്കുന്നു. പതിയെ തിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് സൂര്യ സാറാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ കണി എന്ന് വേണേൽ പറയാം സൂര്യ സാറിനെ കണ്ടേ. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആണ്. അന്ന് ഞാൻ അമ്മേനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു, അമ്മ ഇങ്ങനെ ഉണ്ടായി, ഞാൻ എനിക്ക് വീഡിയോ കോളിൽ സൂര്യ സാറിനെ കാണാൻ പറ്റി. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു, അക്കു നിനക്ക് പോവായിരുന്നല്ലോ, അവിടെ തൊട്ടടുത്തായിരുന്നല്ലേ ഷൂട്ട്, ജസ്റ്റ് അവിടെ പോയി കാണാമായിരുന്നല്ലോ നേരിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചുമ്മാ ഒരു ഷോയ്ക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആളുടെ ഒക്കെ നേരിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ കാണാം ആളെ എന്ന് പറഞ്ഞു. അത് അതേപോലെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് എങ്ങനെ ഈ സന്തോഷം അറിയിക്കണം അറിയില്ല. അത്രയും പവറിൽ വിശ്വസിക്കുന്നുണ്ട്, കറുപ്പിൽ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ ഓവർ ദ ടൈം. കാരണം ഒരു ഹെവൻലി ഫീൽ ആയിരുന്നു, മൊത്തത്തിൽ ഒരു ഗോഡ്ലി ഫീൽ ആയിരുന്നു ത്രൂ ഔട്ട് ദിസ് മൂവി ഫോർ മീ. എന്തായാലും താങ്ക് യു എവ്രി വൺ. ഇതിന്റെ വിഷ്വൽസ് JK വിഷ്വൽസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് പ്രകാശ് ബാബു സർ, PR പ്രഭു സർ, എല്ലാവരോടും നന്ദി. ഇവരൊന്നും വിചാരിക്കാണ്ട് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. പിന്നെ അരുൺ, എന്റെ മലയാളി കൂട്ട് ഇൻ ദ സെറ്റ്. ഈ വരുണും അരുണിന്റെ ടീമായിരുന്നു എനിക്ക് മലയാളത്തിൽ കുറച്ച് സംസാരിക്കാനുള്ള ഒരു കൂട്ടുണ്ടായിരുന്നു. പിന്നെ ശ്വാസൊക്കെ ചേച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും ഒരു മലയാളം റിപ്രസെന്റ് ചെയ്യുന്ന ഒരു രീതിയിലുമാണ് നമ്മൾ ഇരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് വേണം ഗൈസ്, ഉണ്ടാവില്ലേ? യെസ്.